ഇസ്രായേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പു നൽകിയെന്ന് ട്രംപ് പറഞ്ഞു. അറബ് ഉച്ചകോടിക്ക് പിന്നാലെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം തന്നെ നേരത്തെ അറിയിച്ചെന്ന റിപ്പോർട്ടും ട്രംപ് തള്ളി. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് 50 മിനിറ്റ് മുമ്പ് ഈ വിവരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചെന്ന റിപ്പോർട്ടാണ് ട്രംപ് തള്ളിയത്. ഖത്തറിനെ ആക്രമിക്കുവാനുള്ള തീരുമാനം നെതന്യാഹുവിന്റേതാണെന്നും തന്റേതല്ലെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇനി ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കില്ലെന്നും നെതന്യാഹു ഇക്കാര്യത്തിൽ തനിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. കൂടാതെ മുഴുവൻ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഹമാസിനും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ഇനിയും ആക്രമണം നടത്തിയേക്കാമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ടെന്നും അതിർത്തി കടന്നും അത് വിനിയോഗിക്കാമെന്നും ഹമാസിന് ഒരിടത്തും സംരക്ഷണമില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. മിസൈലുകൾ ആകാശത്തെത്തിയ ശേഷമാണ് തങ്ങൾ വിവരം അറിഞ്ഞതെന്നും അതിനാലാണ് പ്രതികരിക്കുവാൻ കഴിയാതിരുന്നതെന്നാണ് ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തിൽ വൈറ്റ് ഹൌസിന്റെ വിശദീകരണം. എന്നാൽ ഇസ്രായേലിന്റെ വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസിന്റെ വാദത്തെ തള്ളിക്കളയുന്നവയാണ്. അതേസമയം പാലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രായേലിന്റെ നടപടികൾ തടയുവാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി അറിയിച്ചു. ഇസ്രായേലുമായുള്ള നയതന്ത്രപരവും സാമ്പത്തികപരവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു. കഴിഞ്ഞയാഴ്ച ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത അറബ് ലീഗ്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നിവയുടെ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിലാണ് രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്.